മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതി പ്രത്യേക യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്നു. അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഭവന നിർമ്മാണ സഹായം ലഭ്യമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയുടെ പ്രത്യേക യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. യോഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിന് അകത്തുള്ള മുഴുവൻ ആളുകൾക്കും, അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള ഒരു ഗുണഭോക്തൃ സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം എഗ്രിമെന്റ് വയ്ക്കലും പണം കൊടുക്കലുമായുള്ള പ്രവർത്തനം ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. അത് അറിയിക്കാനും കൊണ്ടുവന്നിട്ടുള്ള രേഖകൾ മുഴുവനായിട്ടുണ്ടെങ്കിൽ ഇന്ന് എഗ്രിമെന്റ് വെച്ച് അതിൻ്റെ പണം അക്കൗണ്ടിലേക്ക് വരാവുന്ന രീതിയിലുള്ള എല്ലാവിധ സാമ്പത്തിക സംവിധാനം നമ്മൾ ചെയ്തിട്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. തീർച്ചയായും ആ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കുടുംബജീവിതം ആ വീടിനുള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും പേരുവിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം എല്ലാവർക്കും ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം സംഘടിപ്പിച്ചത്. നിരവധി ഗുണഭോക്താക്കൾ പങ്കെടുത്ത ചടങ്ങിൽ ആവശ്യമായ മുഴുവൻ രേഖകളും സമർപ്പിച്ച അപേക്ഷകരിൽ നിന്നും പദ്ധതി പ്രകാരമുള്ള ഭവന നിർമ്മാണത്തിനായുള്ള അപേക്ഷകൾ ഇന്ന് തന്നെ സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വീടില്ലാത്തവർക്ക് വീട് നൽകണം എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ മെമ്പർ കസേരയിൽ ഇരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ പടിയായിക്കൊണ്ട് ഇങ്ങനൊരു സംഗമം ഇവിടെ നടത്താൻ പോകുന്നത്. ഞങ്ങള് പല ഉദ്യോഗസ്ഥരോടും സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാവരോടും ഞങ്ങള് എന്താണ് നമുക്കത് ചെയ്യാൻ പറ്റുക. ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കീസ സ്വാഗത പ്രസംഗം നടത്തി. വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി വിവിധ വാർഡുകളെ പ്രതിനിധീകരിച്ച് മെമ്പർമാരായ ലിശ്ശേരി വിശ്വനാഥൻ, ജാൻസി എബ്രഹാം, ഗീത ഉണ്ണികൃഷ്ണൻ, രമണി മണികണ്ഠൻ, പ്രിയ ബാലാജി, മിനി ജനാർദ്ദനൻ, സുരേഷ്, പ്രദീപ് നമ്പിയത്ത്, ഷാജി ആടുപാറ, ഷാഹുൽ രാജ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലയായ വീടില്ലാത്തവർക്ക് ആശ്രയമാവുക എന്നുള്ള ഒരു കടമ നിർവഹിക്കുന്നതിലേക്ക് ഇന്ന് ഈ ഭരണസമിതി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചതിൽ ഒരു ഔദ്യോഗിക രംഗത്തും ഒരു സാധാരണക്കാരി എന്ന നിലയ്ക്കും എനിക്ക് ഭരണസമിതിയെ അകമഴിഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ച വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ, നിർവഹണ ഉദ്യോഗസ്ഥരെ ദിവസങ്ങളായി ഫീൽഡിൽ നടന്ന് നിങ്ങളുടെ ഓരോരുത്തരിലേക്കും വീട്ടിലേക്ക് എത്തിയ അവരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞു, ഇന്നിവിടെ എത്തിച്ചേർന്നവർക്ക് ഒരു പ്രതീക്ഷയുടെ മുഖം കാണുന്നുണ്ട്. സംശയം വേണ്ട, ഇവിടെ വിശേഷം പറഞ്ഞ മാതിരി നിങ്ങൾ എത്രയും വേഗം കരാർ ഉടമ്പടി സ്ഥാപിക്കുന്നോ അത്രയും വേഗം ആദ്യ ഗഡു ലഭിക്കും. ഒപ്പം തന്നെ ബാക്കി എല്ലാ തുകയും സമയബന്ധിതമായി നമുക്ക് ലഭിക്കും. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ എഗ്രിമെന്റ് വെച്ച് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് സ്ഥാപിച്ചതിന് നമുക്ക് ജില്ലയിൽ തന്നെ 1ാം സ്ഥാനം ലഭിച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു സംശയം വേണ്ട, നമ്മുടെ പഞ്ചായത്ത് എന്നും ഭവന നിർമ്മാണത്തിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കുക എന്നുള്ള ഒരു വളരെ നല്ലൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. CCV ന്യൂസ് ചേലക്കര.